പ്രിയമുള്ളവരെ, വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ വലിയവനാളുടെ ദൈവം എനിക്ക് തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വേദപുസ്തക ഭാഗമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലോകമെമ്പാടും ഏതാണ്ട് 5-6 ദിവസം മുമ്പ് ഈസ്റ്റർ ആഘോഷിച്ചു. ഒരുപാട് ആഘോഷങ്ങളുടെ നടുവിലായിരുന്നു ദൈവജനവും അല്ലാത്തവരും ഈ ലോകം മുഴുവൻ. എന്നാൽ വാസ്തവമായി ഈസ്റ്ററിന്റെ സന്ദേശം എന്താണെന്ന് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ തന്നുകൊണ്ടേയിരുന്നു. ഇന്നാണ് അതിന് സൗകര്യപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പൂർവകമായിട്ട് ഞാനൊരു വേദഭാഗം വായിച്ചു കൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ളതായുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ. എഡ്വിൻ എസ് ജോൺസൺ എന്ന് പറയുന്ന നാട്ടിലെ വലിയ വേദപുസ്തക പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെക്കോർഡഡ് ഗോസ്പൽ മെസ്സേജ് ഇൻ ദ ബൈബിൾ ഈസ് ദിസ്. ബൈബിളിൽ രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ സന്ദേശങ്ങളിൽ ഒന്നാണ് ഈ ഭാഗമെന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ഈ ഭാഗത്ത് രണ്ടായിട്ട് തിരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ചില വേദപുസ്തക സത്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ഇവിടെ നാം വായിച്ചു കേട്ടത് വന്ന് കാൺമീൻ. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരും ഒക്കെ യേശുവിനെ കാണാനായിട്ട് അവിടെ ചെന്നു. അപ്പോഴേ ദൂതന്മാർ അവരോട് പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് വന്ന് കാൺമീൻ എന്ന് ഉള്ളതായുള്ളൊരു ആഹ്വാനം ദൂതന്മാർ നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. അങ്ങനെ അവരെ ചെന്ന് ഒഴിഞ്ഞ കല്ലറ അവർ കണ്ടു. അവർ അതിൻ്റെ സാക്ഷികളായിട്ട് ഈ ലോകം മുഴുവൻ നിന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒന്നാമതായിട്ട് ദൂതൻ പറയുന്നത്, യു കം ആൻഡ് സീ, നിങ്ങൾ വന്ന് കാണുന്നേ. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ നിന്ന് അല്പം ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമായി. നമുക്കറിയാവുന്ന അനേക മതനേതാക്കന്മാർ, അനേക തത്വചിന്തകന്മാർ, ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരുപാട് നല്ല വശങ്ങളുണ്ടെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിന് ചില ഇരുണ്ട വശങ്ങളുണ്ട്. ആരും തുറന്നു കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് സീക്രട്ട് ലൈഫ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ലൈഫ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഈ ലോകത്തോട് വിളിച്ചു പറയാണ്, യു കം ആൻഡ് സീ മൈ ലൈഫ്, വന്ന് എൻ്റെ ജീവിതത്തെ നിങ്ങളൊന്ന് കാണുവിൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അവൻ ഇപ്രകാരം ഒരു ആഹ്വാനം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗം നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിലാണ്. നമ്മൾ ഇപ്രകാരം പിന്നെ ഈ വന്ന് കാൺമീൻ എന്നുള്ളതായുള്ള പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ അവരോട് വന്നു കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു, അന്ന് അവനോട് കൂടെ പാർത്തു. മതി. അപ്പോൾ അന്ന് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, യോഹന്നാൻ തന്റെ 2 ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അത് കേട്ടുകൊണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ ചെന്നു. യേശുവിന്റെ പിന്നാലെ ചെന്നപ്പോൾ യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് കർത്താവരോട് പറയാണ്, വന്ന് കാൺമീൻ. അവിടെ നാം വായിക്കുന്നു, അവര് ചെന്ന് യേശുവിനോട് കൂടെ ഒരു നാൾ പാർത്തു എന്ന് നാം വായിക്കുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായതാണ് വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ പിന്നീട് താഴോട്ട് വരുമ്പോൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ കർത്താവിന്റെ ജീവിതത്തിൽ ഒരു മഗ്ദലക്കാരിച്ച് മറിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനോ ഭർത്താവ് അല്ലാതിരുന്ന ഒരു സ്ത്രീയുമായിട്ട് ശമരിയ പട്ടണത്തിൽ വെച്ച് യേശു കണ്ടുമുട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ യേശു എപ്പോഴും മറ്റുള്ളവരെ തൻ്റെ ജീവിതത്തെ പരിശോധിക്കാൻ, തൻ്റെ ഉപദേശങ്ങൾ പഠിക്കാനായിട്ട്, എന്താണ് വാസ്തവമായി ക്രിസ്തുവിന്റെ ഉപദേശം, യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം മരിക്കുന്നതാണ് രക്ഷയുടെ മാർഗം എന്താണെന്ന്
ഈ ലോകത്തിന് വെളിപ്പെടുത്താനായിട്ട് താൻ എല്ലാവരെയും തൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും അവന്റെ ജീവിതവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം നിസ്തുല്യമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹിസ് ബർത്ത് വാസ് യുണീക്ക്. യേശുവിന്റെ ജനനം വളരെ യുണീക്കായിരുന്നു, നിസ്തുല്യമായിരുന്നു. കാരണം നമ്മളൊക്കെ ഈ ലോകത്തിൽ ജനിക്കുന്നത് നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ല. നമ്മൾ ഇന്ന സ്ഥലത്ത് ജനിക്കണം, ഇന്ന മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കണം, എപ്രകാരമായിരിക്കണം നമ്മുടെ ജനനം, ഇതൊന്നും നമ്മളെ കണക്കൂട്ടൽ അനുസരിച്ചല്ല സംഭവിക്കുന്നത്. അതൊക്കെ അങ്ങനെ ഇറ്റ് സോ ഹാപ്പൻസ്, നമ്മൾ അതിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയും ചെയ്യുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അവൻ ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 47 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 47 അധ്യായത്തിന്റെ 14 വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാപ്രവാചകൻ പ്രവചിച്ചതാണ്. അതിന്റെ പൂർണ്ണ നിവൃത്തിയായിട്ടാണ് യേശുക്രിസ്തു കന്യകയിൽ നിന്നാണ് ജനിച്ചത്, കന്യമറിയാമിൽ നിന്നാണ് ജനിച്ചതെന്നുള്ള ചരിത്ര സത്യം നമുക്കറിയാം. ഈ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഭരണത്തെക്കുറിച്ച് ഒരു വലിയ എഴുത്തുകാരൻ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹി entered into this world through a door marked no entrance. നമുക്കറിയാം, ഒരു കന്യക ഗർഭിണിയാകുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ആ കന്യകയുടെ ഗർഭപാത്രത്തിലാണ് ദൈവപുത്രൻ ജന്മമെടുക്കാനായിട്ട് തെരഞ്ഞെടുത്തത്. സോ ഹി entered into this world through a door marked no entrance. അതുവരെ ആ വാതിൽ കൂടെ ആരും പ്രവേശിച്ചിട്ടില്ല, പിന്നീട് പ്രവേശിച്ചിട്ടില്ല. അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ലെഫ്റ്റ് ദിസ് വേൾഡ് ത്രൂ അനദർ എൻട്രൻസ് മാർക്ഡ് നോ എക്സിറ്റ്. എന്താണ് അതിന്റെ അർത്ഥം? ലോകത്തിലുള്ള സകലരുടെയും ശവക്കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു യെരുശലേമിലെ മാത്രം ഒരു ശവക്കല്ലറ തുറന്നു കിടക്കുകയാണ്. അത് വിളിച്ചു പറയുകയാണ്, ഇവിടെ അടക്കം ചെയ്യപ്പെട്ടവൻ ഇവിടെ ഇല്ല. കാരണം മരണത്തിനപ്പുറത്ത്, മരണം എന്നുള്ളതായിട്ടുള്ള വാതിൽ കടന്ന് ആരും അപ്പുറത്തേക്ക് പോയതായിട്ട് അതുവരെ ലോക ചരിത്രത്തിൽ കേട്ടിട്ടില്ല. യേശുക്രിസ്തുവാണ് ആദ്യമായിട്ട് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ടെന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും ഒരു ദൈവരാജ്യത്തിന്റെ അനുഭവം ഉണ്ടെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. സോ ഹിസ് ബർത്ത് വാസ് യുണീക്ക്. അത് തന്നെയല്ല, അവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചോളട്ടെ. മീഖാ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. യേശുക്രിസ്തുവിന്റെ ജനനം ബേത്ലഹേമിലായിരിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മീഖാ പ്രവചന്റെ പ്രവചനത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ വ്യക്തമായി പറയുകയാണ് യേശു ജനിക്കുന്നത് ബേത്ലഹേമിലാണ്. അതുകൊണ്ട് തന്നെ യേശു ജനിക്കുന്നത് വാസ്തവത്തിൽ ജനിക്കേണ്ടത് ബേത്ലഹേമിലായിരുന്നില്ല, മറിച്ച് നസ്രത്ത് എന്നുള്ള പട്ടണത്തിലായിരുന്നു. പക്ഷേ യേശു ബേത്ലഹേമിൽ ജനിക്കണം എന്നുള്ളതാണ് പ്രവചനം നിവർത്തിയാകേണ്ടതിന് അന്ന് ലോകത്തിലെ ആദ്യത്തെ സെൻസസ് ഉണ്ടായി എന്ന് ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. ഔഗുസ്തോസ് കൈസന്റെ കാലത്ത് എല്ലാവരും അവരവരുടെ ദേശത്ത് ചെന്ന് പേർവഴി ചാർത്തണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ രാജകീയ കൽപ്പന ലംഘിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പൂർണ്ണ ഗർഭിണിയായ കന്യമറിയാമിനെയും കൊണ്ട് തന്റെ ലൗകിക പിതാവായിരുന്ന യോസേഫ് ബേത്ലഹേമിലേക്ക് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതായുള്ള വഴി യെരുശലേമിലേക്ക് വരുന്ന സമയത്താണ്, സ്വന്തം പട്ടണമായ യെരുശലേമിലേക്ക് വരുന്ന സമയത്താണ് ബേത്ലഹേമിൽ വെച്ച് കന്യമറിയാമിന് പ്രസവവേദന ഉണ്ടാവുകയും യേശു ജനിക്കാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്തു. നോക്കണം, അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചതാണ് യേശു ബേത്ലഹേമിലാണ് ജനിക്കേണ്ടത്. അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള നിവൃത്തിയാണ് ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ജനനമെന്ന് പറയുന്നത് വളരെ നിസ്തുല്യമായിരുന്നു, മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ് ജനനം. രണ്ടാമതായിട്ട് ഹിസ് ലൈഫ് വാസ് യുണീക്ക്. അവന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്തുല്യമായിരുന്നു. കാരണം
യേശുക്രിസ്തു മിക്കവാറും എല്ലാ സമയങ്ങളും പരീശന്മാരോടും ചുങ്കക്കാരോടും പാപികളോടും വ്യഭിചാരിയായിട്ടുള്ള സ്ത്രീകളോടും ഒക്കെയാണ് സമയം ചെലവഴിച്ചത്. കാരണം മറ്റാരും അതിന് ധൈര്യപ്പെടാറില്ല. പക്ഷെ ഇപ്രകാരം പരീശന്മാരോടും ശാസ്ത്രിമാരോടും വ്യഭിചാരിണികളോടും ഒക്കെ അദ്ദേഹം വളരെ അടുത്ത് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം യേശുക്രിസ്തു തന്നെ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്ക് എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് എനിക്ക് ബോധം വരുത്താനായിട്ട് കഴിയും? ആർക്കും കഴിഞ്ഞില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ ജീവിതം അത്രമാത്രം പവിത്രമായിരുന്നു, നിർമ്മലമായിരുന്നു. യാതൊരു വിധമായുള്ള അഴുക്കുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഈ ഡെത്ത് വാസ് യുണീക്ക്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം വളരെ നിസ്തുലമായിരുന്നു. പലരും വിചാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷി മരണമെന്നാണെന്ന് പലപ്പോഴും രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. യേശുക്രിസ്തുവിന്റെ മരണം രക്തസാക്ഷി മരണമല്ല, മറിച്ച് പാപപരിഹാര യാഗമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി അവർക്ക് സൗജന്യമായി രക്ഷ നൽകുവാൻ, സൗജന്യമായി നിത്യ ജീവൻ നൽകുവാൻ ആയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നുവെന്ന് വ്യക്തമായിട്ട് യേശു യഹൂദന്മാരോടും തന്റെ ശിഷ്യന്മാരോടും പഠിപ്പിക്കുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എങ്ങനെയുള്ളതാണ് എന്ന് യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദാവീദ് രാജാവ് സങ്കീർത്തനങ്ങൾ പ്രവചിച്ചിരുന്നു. അതാണ് 22-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചതാണുള്ള അതേ വാക്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതാണ് 22-ാം സങ്കീർത്തനം. അതേപോലെ തന്നെ സങ്കീർത്തനം 69-21 നാം വായിക്കുന്നു, അവർ എനിക്ക് കുടിപ്പാൻ ചൊറുക്ക തന്നു, കയ്പ് വെള്ളം തന്നു എന്ന് ആ ഭാഗത്ത് നമുക്ക് ഇതും കാൽവറി ക്രൂശിൽ നിവൃത്തിയാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അതേപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ന്റെ 2 മുതൽ 5 വരെ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം അവൻ കഷ്ടത അനുഭവിച്ച് കണ്ടാൽ ആളറിയാത്ത വിധത്തിൽ അവൻ വിരൂപമാക്കപ്പെട്ട് അത്രമാത്രം അപമാനിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ക്രൂശ് മരണമാണ് യേശുവിന് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ. അത് തന്നെയല്ല, യേശുക്രിസ്തു ഈ ലോകത്തിൽ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാനോ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്നെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് യേശു പഠിപ്പിച്ചു. അങ്ങനെയാണ്, അപ്രകാരമാണ് യേശുക്രിസ്തു ഒരു ഭൂമിയിൽ വെച്ചുള്ള സാധാരണ മരണമല്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യയുള്ളതാളുടെ ഒരു ക്രൂശ് മരണമാണ് തനിക്കുണ്ട് ലഭിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് യേശു തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവിതം, അവന്റെ മരണവും പോലും വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് നടന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഹിസ് റിസറക്ഷൻ വാസ് യുണീക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹി ലെഫ്റ്റ് ദിസ് വേൾഡ് ത്രൂ അനദർ എൻട്രൻസ് മാർക്ക്ഡ് നോ എക്സിറ്റ്. ആരും മരിച്ചവർ എല്ലാ ലോകത്തുള്ള സകല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു കല്ലറ, തുറന്ന കല്ലറ വിളിച്ചു പറയാണ്, ഇവിടെ അടക്കം ചെയ്തവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ സ്വർഗത്തിൽ ജീവിക്കുക മാത്രമല്ല, ഇന്ന് തന്റെ ജീവിതത്തിലേക്ക് തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന്
അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്താൻ, അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം നൽകുവാൻ, അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ, അത് മാത്രമല്ല നിത്യതയിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ടാണ് അവൻ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. ഇതൊന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് വേറെ ചില കാര്യങ്ങളിലൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ. യേശുക്രിസ്തു ഒരു മിത്താണ്, ഒരു ചരിത്ര സത്യമല്ല, ഒരു കെട്ടുകഥയാണെന്ന് തെളിയിക്കാനായിട്ട് അമേരിക്കൻ ജനറലായിരുന്ന ഡീവാലസ്, അദ്ദേഹം അന്നത്തെ വലിയ നിരീശ്വരവാദിയായിരുന്ന ഇംഗർസോളിനോടുകൂടി ചേർന്ന് അദ്ദേഹം ഈ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ അദ്ദേഹം സന്ദർശിച്ചു. ആ പ്രദേശങ്ങളിലെല്ലാം പോയി അദ്ദേഹം ഗവേഷണം നടത്തി ഒരു ബുക്ക് എഴുതണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. പക്ഷേ താൻ ഉദ്ദേശിച്ചതുപോലെ ആ ബുക്ക് എഴുതാനായിട്ട് കഴിഞ്ഞില്ല. തന്റെ യാത്രയുടെ അവസാനം അവൻ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ നോവൽ എഴുതി. ബെൻഹർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്രിസ്തീയ നോവൽ എഴുതുവാനായിട്ട് ആണ് അദ്ദേഹത്തിന് ഇടയാക്കിയത്. നമുക്കറിയാം, ബെൻഹർ എന്നുള്ളതായുള്ള സിനിമ, നോവല് ഒക്കെ അനേകർ കണ്ടിട്ടുള്ളതാണ്. അത് പ്രിയമുള്ളവരെ, അവൻ ആരംഭിച്ചത് യേശുക്രിസ്തു ഒരു മിത്താണെന്ന് തെളിയിക്കാനാണ്, ഒരു കെട്ടുകഥയാണെന്ന് തെളിയിക്കാനാണ്. പക്ഷെ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിന്റെ ഒരു അരുമ ശിഷ്യനായി അദ്ദേഹം മാറുകയാണ് ഉണ്ടായി. അതേപോലെ തന്നെ ഫ്രാങ്ക് മൊറൈസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ലോയർ, അദ്ദേഹം ഇതേപോലെ ഒരു ബുക്ക് എഴുതാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹം ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ എഴുതി. പക്ഷേ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നീണ്ട പഠനങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അദ്ദേഹത്തെ പല്ലടിച്ച് കാണിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തു ഒരു മിത്തല്ല, ഒരു ചരിത്ര സത്യമാണ്. അവൻ ചരിത്രത്തിലേക്ക് കടന്നു വന്നവനാണ്, ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ചവനാണ്. AD എന്നും BC എന്നും ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കടന്നു വന്നവനാണ്. അവന്റെ ചരിത്രം, അവൻ എവിടെ ജനിച്ചു എന്നും ഏത് കാലഘട്ടത്തിൽ ജനിച്ചു എന്നും വ്യക്തമായ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ മിഥ്യയല്ല, ഒരു സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്ക് എഴുതി, ഹൂ മൂവ്ഡ് ദ സ്റ്റോൺ, ആര് കല്ല് മാറ്റി എന്നുള്ളതായുള്ള പ്രസിദ്ധമായുള്ള ബുക്ക് എഴുതിയത് ഫ്രാങ്ക് മൊറൈസൺ ആണ്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം എഴുതിയത്. പ്രിയമുള്ളവരെ, പോൾ സുധാകർ മേനോൻ, നിങ്ങളൊക്കെ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാകും. പാലക്കാട് ജനിച്ചതായിട്ടുള്ള ഒരു മേനോൻ കുടുംബത്തിൽ ജനിച്ചതായിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പോൾ രാധാകൃഷ്ണൻ. അദ്ദേഹം വലിയൊരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം ഫിലോസഫിയൊക്കെ പഠിച്ച് അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മയൊക്കെ മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയോ ആരോ അദ്ദേഹത്തിന് ഒരു ബൈബിൾ കൊടുത്തു. അദ്ദേഹം 2.5 ദിവസം കൊണ്ട് ഒറ്റ ഇരിപ്പിലിരുന്ന് ബൈബിൾ മുഴുവൻ വായിച്ചു തീർന്ന് അതിന്റെ അവസാനത്തിൽ അദ്ദേഹം ഒരു ക്രിസ്തു ശിഷ്യനായി, ക്രിസ്തു ഭക്തനായി മാറി. പിന്നീട് ലോകത്തിന് അനേക സ്ഥലങ്ങളിൽ ഈ സുവിശേഷമായി പോവുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇടയായി. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അദ്ദേഹത്തോടൊപ്പം താമസിക്കാനും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ കേൾക്കാനും ദൈവം എനിക്ക് അവസരം തന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ യുണീക്കായിരുന്നു. ക്രിസ്തു എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. യു കം ആൻഡ് സീ മൈ ലൈഫ്, വന്ന് എൻ്റെ ജീവിതം നിങ്ങൾ കാണാൻ, വന്ന് യു കം ആൻഡ് സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്, വന്ന് ദൈവവചനം ഒന്ന് പഠിക്കുക, ദൈവവചനം ഒന്ന് വായിക്കുക. തീർച്ചയായും അത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും പ്രിയമുള്ളവർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ദൈവവചനം വായിക്കണമേ. വായിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലൊരു യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതിരിക്കാനായിട്ട് സാധ്യമല്ല. കാരണം ഇത്രമാത്രം സ്നേഹസമ്പന്നനായ ഒരു ദൈവം, അനേകരുടെ ജീവിതങ്ങളിൽ വ്യത്യാസം വരുത്തിയതിനായിട്ടുള്ള ദൈവം, അനേകരെ രൂപാന്തരപ്പെടുത്തിയവനായിട്ടുള്ള ദൈവം, ഒരു തുറന്ന പുസ്തകമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും അനേകരെ സുവിശേഷത്തിന്റെ ശക്തി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങളോട് വിളിച്ചു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈസ്റ്ററിന്റെ ഒന്നാമത്തെ ദൂതെന്ന് പറയുന്നത് കം ആൻഡ് സീ, വന്ന് യേശുവിന്റെ ജീവിതം നമ്മൾ കാണുക. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പോയി പറയുക. വന്ന് കണ്ട് യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഈ പാൽക്കാലം ഇടപെടുകയാണ്. നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷം, യേശു ക്രിസ്തുവിൽ കൂടെ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ച രക്ഷ, നിത്യജീവൻ, ഇത് മറ്റുള്ളവരോട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മറന്നുപോകരുത് പ്രിയമുള്ളവരെ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ 2 ശിഷ്യന്മാർ യേശുവിന്റെ വന്ന് കണ്ട് അവനോടുകൂടെ പാർക്കുകയാണ്. പാർത്ത് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വ്യത്യാസം നമുക്ക് ആ ഭാഗത്ത് തന്നെ നമുക്കത് വായിച്ചു കേൾക്കാം. 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 40-ഉം 41-ഉം വാക്യങ്ങൾ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ
ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയണം. നോക്കണം, ഈ യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിന് താമസിച്ചിരുന്ന സ്ഥലത്ത് വന്ന് അവനോടുകൂടെ പാർത്ത് ഒരു നാൾ പാർത്ത് കഴിഞ്ഞപ്പോൾ അന്ത്രയോസിന്റെ ജീവിതത്തിൽ വന്നതാണ് വലിയ വ്യത്യാസം. അന്ത്രയോസ് ആദ്യം ഓടിച്ചെന്ന് തന്റെ പ്രിയ സഹോദരനായ പത്രോസിനോട് പറയുകയാണ്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നത്. ആ പത്രോസാണ് പിന്നീട് ദൈവം ശക്തമായി വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിവർത്തിപ്പാനായിട്ട് തെരഞ്ഞെടുത്തത്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അവന് കൊടുത്തതാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തുറന്ന് അതിലേക്ക് ആദ്യത്തെ ദിവസം തന്നെ ഒരു 3000 പേരെ പ്രവേശിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പത്രോസിനെയാണ് ഉപയോഗിച്ചത്. അതിന് മുഖാന്തരക്കാരൻ ആരാണ്? അവൻ യേശുവിനെ ആദ്യം കണ്ട അന്ത്രയോസ് എന്ന് പറഞ്ഞതാളുടെ സാക്ഷ്യം. അന്ത്രയോസിനെ പിന്നെ നമ്മൾ അധികം സ്ഥലങ്ങളിൽ അന്ത്രയോസിനെ കാണുന്നില്ല. പക്ഷേ പത്രോസ് വേദപുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാളുടെ ഒരു കഥാപാത്രമാണ്, ഒരു സത്യമാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചതാണ് സുവിശേഷം. നമ്മൾ മറ്റുള്ളവരുമായി പങ്കിടണം, അവരോട് യേശുവിനെ കുറിച്ച് പറയണം. നമുക്ക് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ മുഴുവൻ അറിയണം നിർബന്ധമൊന്നുമില്ല. ഞാനൊരു പാപിയായിരുന്നു, ഞാൻ എൻ്റെ പാപങ്ങൾ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഞാൻ ഇന്ന് സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു. അത് മാത്രമല്ല, എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്ക് മരണശേഷം ഒരു നിത്യജീവനുണ്ടെന്നുള്ള ഉറപ്പ്. ഇതൊക്കെ യേശു തന്നു. ഇത്രയും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. ബാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചോളും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ വലിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കാനായിട്ട് ഈ നാളുകൾ നമ്മൾ കഴിയട്ടെ. രണ്ടാമതായിട്ട് നമ്മൾക്കറിയാം, ശമരിയക്കാരത്തി സ്ത്രീയെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നവളാണ്. ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. കർത്താവ് അവളുടെ ജീവിതത്തിൽ നിന്ന് തുറന്നു കാട്ടിയപ്പോൾ അവൾ ഓടി തൻ്റെ പട്ടണമായ ശമരിയയിൽ ചെന്നിട്ട് അവരോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പറഞ്ഞതാണ്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടു. അവൻ ഒരു പക്ഷേ പ്രവാചകനായിരിക്കാം. അത്രയും അറിവേ വാസ്തവത്തിൽ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശമരിക്കാർ മുഴുവൻ വന്ന് യേശുവിനെ തങ്ങളുടെ പട്ടണത്തിലേക്ക് ക്ഷണിച്ചു. യേശു ആ പട്ടണത്തിൽ ചെന്ന് അവരോടുകൂടെ പാർത്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ സാക്ഷാൽ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന് പറയത്തക്കവണ്ണം ആ ശമരിയ പട്ടണം മുഴുവൻ യേശു ക്രിസ്തുവിനെ അനുഗമിപ്പാനായിട്ട് ഇടയായി തീർന്നു. നോക്കണം, ജീവിതത്തിൽ ആകെ തകർന്നതാണ് ഒരു സ്ത്രീയെ, ഒരാശയ്ക്കും വഴിയില്ലാത്തവൾ, എന്തുമാത്രം തകർന്നതാണ് ഒരു ജീവിതം, എന്തുമാത്രം ദുഷിച്ച ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയെ. പക്ഷേ യേശു അവളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞപ്പോൾ അവൾ ഇതാ ഓടിച്ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. ആ പട്ടണം മുഴുവൻ, ശമരിയ പട്ടണം മുഴുവൻ യേശുവിന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തില് യേശു ഗദരദേശത്ത് ചെന്ന് 6000 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നതിനുള്ള സംഭവം അവിടെ വിവരിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവൻ സുബോധം പ്രാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് നിന്നെ അനുഗമിക്കണം. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ അനുഗമിക്കണ്ട, ഞാൻ നിനക്ക് ചെയ്തത് നിന്റെ ഭവനത്തിലുള്ള എല്ലാവരോടും നീ ചെന്ന് അറിയിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം അവനെ ഫലമേൽപ്പിക്കുകയാണ്. അവനെ യേശുവിനെ അനുഗമിക്കാൻ യേശു അവനെ അനുവദിച്ചില്ല. മറിച്ച് അവന്റെ സ്വന്തം ഭവനത്തിൽ, സ്വന്തം ദേശത്ത് ചെന്ന്, ഗദരദേശത്ത് ചെന്ന് യേശു അവന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ച് അവരോട് സാക്ഷീകരിക്കാനായിട്ടാണ് യേശു അവനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മർക്കോസ് 5:20. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ച് തുടങ്ങി. നോക്കണം, ഗദരദേശക്കാരനാണ് അവൻ. തന്റെ സ്വന്തം പട്ടണത്തിൽ, സ്വന്തം ഭവനത്തിൽ പോയി അവന് യേശുവിനെ കുറിച്ച് പറയാനേ പറഞ്ഞുള്ളൂ. പക്ഷേ നമ്മൾ ഈ ആ മാപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദക്കപ്പൊലി നാടെന്ന് പറയുന്ന ഒരു വലിയ ഡിസ്ട്രിക്റ്റാണ്. ഗദരദേശം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ മാത്രം അവന് യേശു സുവിശേഷം പറയാൻ അവനെ അയച്ചെങ്കിൽ അവൻ തന്റെ സന്തോഷം കൊണ്ട്, യേശു അവന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ വലിയ എക്സൈറ്റ്മെന്റ് കൊണ്ട്
അവൻ ആ പട്ടണം, ദ ഹോൾ ഡിസ്ട്രിക്റ്റ്, അവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ യേശുവുമായിട്ട് ഡു യു ഹാവ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്? യേശു ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെയും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഈസ്റ്ററിന്റെ സന്ദേശത്തിൽ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. യു കം ആൻഡ് സീ മൈ ലൈഫ്. നിങ്ങൾ വന്ന് എൻ്റെ ജീവിതത്തെ ഒന്ന് കാണാൻ. യു ജസ്റ്റ് കം ആൻഡ് റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ വന്ന് ദൈവവചനം ഒന്ന് വായിക്കുക, ഒന്ന് പഠിക്കുക. അതിലെഴുതിയിരിക്കുന്ന എന്നെ കുറിച്ചുള്ള വെളിപാടുകൾ നിങ്ങൾ പ്രാപിക്കുക. നിങ്ങൾ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുക. അങ്ങനെ നിത്യതയിലേക്ക് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാട്ട്. അത് മാത്രമല്ല, ഈ സുവിശേഷം നിങ്ങൾ മറ്റുള്ളവരോട് പോയി അറിയിക്കുക. വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ആരറിയിക്കും? പ്രിയമുള്ളവരെ, നമുക്ക് ഒരു പക്ഷേ ഓടി നടന്ന് സുവിശേഷം പറയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടുമുട്ടുന്നവരോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയണം. എത്ര നമുക്ക് പറയാൻ കഴിയും, സ്വാതന്ത്ര്യം ഉണ്ടാവും നമുക്കറിയത്തില്ല. പക്ഷെ അവസരം കിട്ടുമ്പോൾ ആ അവസരം ഉപയോഗിച്ച് യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടെ പ്രവർത്തിയിൽ കൂടെ ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മൾ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കണം. ഒരിക്കൽ ഡോക്ടർ രാധാകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു, ക്രിസ്ത്യൻസ് ആർ എ സെറ്റ് ഓഫ് പീപ്പിൾ ഹു മേക്ക് അൺയൂഷ്വൽ ക്ലെയിംസ് അബൌട്ട് ദംസെൽസ് ബട്ട് ദേ ഡോണ്ട് പ്രാക്ടീസ് any of the principles of Jesus. യേശുവിൻ്റെ ഉപദേശങ്ങളൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ കുറെ വലിയ ന്യായവാദങ്ങളും അവകാശവാദങ്ങളും നടത്തുന്ന ഒരു കൂട്ടരാണ് ക്രിസ്ത്യാനികളെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറയാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പറയാനിടയാകരുത്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട്, മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം, ആവശ്യത്തിലിരിക്കുന്നവരോടുള്ള നമ്മുടെ കരുതൽ, അവരെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, അവർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ട് അങ്ങനെ അവർ യേശുവിനെ അറിയാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നല്ല പ്രവൃത്തി കണ്ടുവേണം മറ്റുള്ളവർ യേശുവിലേക്ക് ആകർഷിക്കപ്പെടാൻ. നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നമുക്ക് ആകർഷിക്കാൻ കഴിയണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലമുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് കാര്യമില്ല. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി. കാരണം ദൈവം ഒരുക്കിയത് ഒരേ ഒരു വഴിയാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല യേശു ക്രിസ്തു വന്നത്, ലോകത്തുള്ള സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ്. അതുകൊണ്ട് ആ വിശ്വാസം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയ്ക്ക് യോഗ്യരായി തീരും. എന്നാൽ നിത്യതയിലെത്തിച്ചെല്ലുമ്പോൾ നമുക്ക് ഏറിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ സ്വരൂപിക്കുക, നമ്മുടെ അയൽക്കാരനെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക, ആവശ്യത്തിലുള്ളവർക്ക് വേണ്ടി കരുതുക, അവർക്ക് ആവശ്യമായ കൈത്താങ്ങൽ കൊടുക്കുക, ക്ഷീണിച്ചിരിക്കുന്നവന് ബലം പകരുക, മുടന്തുള്ളതിനെ ചുമലേറ്റ് നടത്തുക. അപ്രകാരമുള്ള വലിയ ദൗത്യങ്ങൾ നിവർത്തിപ്പാൻ ദൈവം നിങ്ങളെല്ലാവരും ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇത്രയും നേരം എന്നെ സശ്രദ്ധം കേട്ട എല്ലാവരോടുമുള്ള ഹൃദയങ്ങളാൽ നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.